ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലെക്ചേഴ്സ് ഓൺ ലോ. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേരള ലോ എൻട്രൻസ് എക്സാം 2024 അല്ലെങ്കിൽ ക്ലീ 2024. എന്താണ് ഈ ക്ലീ 2024 എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇപ്പോൾ +2 റിസൾട്ട് ഒക്കെ വന്ന് ഇങ്ങനെ സ്റ്റുഡൻസ് ഒക്കെ എന്ത് കോഴ്സിന് ചേരുമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഡിഗ്രി ഫൈനൽ ഇയർ ആയിട്ട് സെം എക്സാം ഒക്കെ എഴുതി റിസൾട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനോ അവർക്ക് LLB കോഴ്സിന് ചേരുവാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ലോ ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുണ്ട്, അതല്ല അവർക്ക് ഒരു വക്കീലാവാൻ താല്പര്യമുണ്ട് എങ്കിൽ അവർക്ക് എഴുതുവാൻ സാധിക്കുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ് കേരള ലോ എൻട്രൻസ് എക്സാം 2024 എന്ന് പറയുന്നത്. ഈ വർഷത്തെ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ ഇതുവരെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. എന്തായാലും ജൂണോട് കൂടി തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം 2023 ഓഗസ്റ്റിലാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടന്നത്. അപ്പോൾ ഈ വർഷവും ജൂലൈ ലാസ്റ്റോട് കൂടി അല്ലെങ്കിൽ ഓഗസ്റ്റോട് കൂടി തന്നെ നമുക്ക് എക്സാമിനേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എന്തായാലും ഞാൻ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് LLB റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ LLB എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രത്യേകതകളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് പാഷൻ ഉണ്ട് എങ്കിൽ LLB പഠിക്കാൻ ഈസി ആണോ ചേച്ചി, അല്ലെങ്കിൽ LLB എല്ലാവർക്കും പഠിക്കാൻ പറ്റുമോ, ഇംഗ്ലീഷിലാണോ എക്സാം, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് LLB എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ലോ സബ്ജക്ട്സ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ടാകും. അത് ടഫ് ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഏതൊരു സബ്ജക്റ്റും നമ്മൾ ഇഷ്ടത്തോടു കൂടി പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ LLB എൻട്രൻസ് എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്ത സമയത്തും ഞാൻ എൻട്രൻസ് എക്സാമിനേഷന് കോച്ചിങ് ഒന്നും പോയിട്ടുള്ള ഒരാളല്ല. ഞാൻ അല്ലാതെ എക്സാമിനേഷൻ എഴുതി. ഞാൻ SN ലോ കോളേജ് പൂത്തോട്ട, ശ്രീനാരായണ ലോ കോളേജ് പൂത്തോട്ടയിലാണ് LLB പഠിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു LLB പഠിക്കണം എന്ന് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ, എനിക്ക് കുഞ്ഞിലേ തൊട്ട് LLB പഠിക്കണം, LLB കോഴ്സിന് ജോയിൻ ചെയ്യണം, വക്കീലാവണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ LLB കോഴ്സിന് ചേരണമെന്ന് പാഷനുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എന്തായാലും നിങ്ങൾക്കത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇൻട്രസ്റ്റോട് കൂടി കാര്യം എന്ത് പഠിച്ചാലും നമ്മൾക്ക് അതിനോടൊരു സ്നേഹത്തോടു കൂടി പഠിച്ചാൽ നമുക്കത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ LLB കോഴ്സിന് ചേരുക. ഇനി അതല്ല, എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിരുന്നവർ പാരൻസ് ഒക്കെ നിർബന്ധിച്ച് ജോയിൻ ചെയ്തിട്ട് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് പോയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് അതിനോട് ഒട്ടും താല്പര്യം ഇല്ലാണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലി താല്പര്യം ഉണ്ട് എങ്കിൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി ഉയർന്ന മാർക്കോട് കൂടി തന്നെ ഗവൺമെൻറ് ലോ കോളേജസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രത്യേകതകൾ നോക്കാം. എന്തെല്ലാമാണ് അതിൻ്റെ ഒരു എലിജിബിലിറ്റി, എന്തൊക്കെയാണ് അതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ, എങ്ങനെ പഠിച്ചാൽ ക്രാക്ക് ചെയ്യാം, എത്ര സീറ്റ് ഉണ്ട് കോളേജസിൽ, ഏതെല്ലാം കോളേജസിലാണ് അതുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. അപ്പോൾ ഈ ലോ എൻട്രൻസ് എക്സാമിനേഷൻ, കേരള ലോ എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ എക്സാം വഴിയാണ്, അഡ്മിഷൻ ടെസ്റ്റാണിത്, ഈ എക്സാം വഴിയായിട്ടാണ് നമുക്ക് കേരളത്തിലെ 4 ഗവൺമെൻറ് ലോ കോളേജസിലേക്കും അതോടൊപ്പം തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ലോ കോളേജസിലേക്കും LLB കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഈ കോഴ്സ് ഈ ഒരു എൻട്രൻസ് എക്സാം പ്രൊവൈഡ് ചെയ്യുന്നത് 2 കോഴ്സസ് ആണ്. ഒന്ന് 5 ഇയർ LLBയും 2 3 ഇയർ LLBയും. 5 ഇയർ LLBയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു LLB കോഴ്സാണ്. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുമ്പോൾ ഒരു ഡിഗ്രിയും കൂടി അതിനോടൊപ്പം കാണും. ഒന്നുമില്ലെങ്കിൽ ഒരു BA LLB, അല്ലെങ്കിൽ BCom LLB, അല്ലെങ്കിൽ BB LLB, അങ്ങനെയായിരിക്കും അത് വരുന്നത്. 5 വർഷം നീണ്ട ഒരു കോഴ്സാണത്. ഞാൻ BA LLB ആയിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ 5 ഇയർ LLB കോഴ്സ് എന്ന് പറയുന്നത് ചെയ്യുവാൻ സാധിക്കുന്നത് +2 പാസ്സായ ഏതൊരു സ്റ്റുഡൻസിനും എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി 5 ഇയർ LLB കോഴ്സിന് ജോയിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. 5 ഇയർ LLB കോഴ്സിന് ചേരാനുള്ള എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ +2 ഹോൾഡേഴ്സ് ആയിരിക്കണം, +2 ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം, +2 പാസ്സായിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കും. ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നിലവിൽ +2 പാസ്സായിട്ടുള്ള ഏതൊരു സ്റ്റുഡൻസിനും 5 ഇയർ LLB കോഴ്സിന് എൻട്രൻസ് എഴുതി ജോയിൻ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് ഒന്നും നിലവിൽ പറയുന്നില്ല. ഇനി +2 ഹ്യൂമാനിറ്റീസ് പാസ്സായിട്ടുള്ള അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീം എടുത്ത് പാസ്സായിട്ടുള്ള ഒരു കുട്ടിക്ക് മാത്രമാണോ LLBക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുക എന്നൊരു കുട്ടി എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ +2 പാസ്സായിട്ടുള്ളത് ഹ്യൂമാനിറ്റീസിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട, ഏത് സ്ട്രീം എടുത്തിട്ടുള്ളവരായിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഞാൻ ബയോമാക്സ് എടുത്താണ് LLBക്ക് ജോയിൻ ചെയ്ത്. അപ്പോൾ +2 ബയോമാക്സ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ +2 ഏത് സ്ട്രീമിൽ എടുത്താലും +2 പാസ്സായാൽ നിങ്ങൾക്ക് എൻട്രൻസ് എഴുതി 5 ഇയർ LLB കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങളുടെ +2ൻ്റെ മാർക്ക് എത്ര A+ ഉണ്ട് അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ള വെയിറ്റേജ് ഒന്നും അവിടെ നോക്കുന്നതല്ല. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ 45% മാർക്കോട് കൂടി നിങ്ങൾ +2 പാസ്സായിട്ടുള്ള ഒരാളായിരിക്കണം. ഇനി അല്ല SC/BC കാറ്റഗറി, അതായത് മൈനോറിറ്റി, സോഷ്യലി എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിൽ വരുന്ന, അതായത് മുസ്ലിം കാറ്റഗറി അല്ലെങ്കിൽ വിശ്വകർമ്മ, OEC കാറ്റഗറി, ഈഴവ കാറ്റഗറിയിലൊക്കെ വരുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ
42% മാർക്കോട് കൂടി നിങ്ങൾ +2 പാസ്സായിട്ടുള്ള ഒരാളായിരിക്കണം. അതല്ല SC/ST കാറ്റഗറി വരുന്നവരാണ് എങ്കിൽ 40% മാർക്കോട് കൂടി +2 പാസ്സായിട്ടുള്ള ആളായിരിക്കണം. ഇതാണ് നിങ്ങളുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഇനി പറയുന്നത് 3 ഇയർ LLB ആണ്. 3 ഇയർ LLB എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഒന്നുമില്ല, LLB മാത്രമേ ഉണ്ടാവുള്ളൂ. ഡിഗ്രിയാണ് അവിടെ എലിജിബിലിറ്റി ആയിട്ട് വേണ്ടത്. ഡിഗ്രി പാസ്സായിട്ടുള്ള ഏതൊരു കുട്ടികൾക്കും 3 ഇയർ LLB കോഴ്സിന് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അവിടെ അവരുടെ ഡിഗ്രിയുടെ മാർക്കിന്റെ വെയിറ്റേജ് ഒന്നും നോക്കുന്നതല്ല. ഡിഗ്രിക്ക് നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്കാണ് എങ്കിലും അതവിടെ കാര്യമുള്ളതല്ല. അവിടെയും എലിജിബിലിറ്റി പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. 3 ഇയർ LLBക്ക് ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിക്ക് ഡിഗ്രിക്ക് 45% മാർക്കോട് കൂടി പാസ്സാവണം. ഇനി അതല്ല നിങ്ങൾ SC/BC കാറ്റഗറിയിൽ വരുന്നവരാണ്, സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സിലാണെങ്കിൽ 42% മാർക്കോട് കൂടി നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുള്ള ആളാവണം. അതല്ല SC/ST കാറ്റഗറി വരുന്നവരാണെങ്കിൽ 40% മാർക്കോട് കൂടി നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുള്ള ഒരാളായിരിക്കണം. ഇനി അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ എക്സാം എഴുതി, ഇപ്പോൾ സെം എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം എഴുതാം. ഈ ക്ലീ എൻട്രൻസ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എഴുതാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ റിസൾട്ട് ഒക്കെ വന്ന്, എൻട്രൻസിന്റെ റിസൾട്ട് ഒക്കെ വന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്, കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡിഗ്രിയുടെ റിസൾട്ട് വരുന്നത് നിങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്താൽ മതി. അപ്പോൾ റിസൾട്ട് വെയിറ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും ഈ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാൻ സാധിക്കുന്നതാണ്. ഇത്രയുമാണ് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയെ കുറിച്ച് പറയുന്നത്, 3 ഇയർ LLBയുടെയും 5 ഇയർ LLBയുടെയും. ഇനി നിങ്ങൾ നോക്കുന്നത് നമ്മൾ ഏതെല്ലാം കോളേജസിലാണ് ഈ ഒരു LLB കോഴ്സസ് ഉള്ളതെന്നാണ്. ഗവൺമെന്റ് ലോ കോളേജസ് 4 എണ്ണമാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഈ കേരളത്തിലെ 4 ഗവൺമെന്റ് ലോ കോളേജസിലേക്കാണ് ഈ ക്ലീ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയായിട്ട് അഡ്മിഷൻ എടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രം, ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളം, ഗവൺമെന്റ് ലോ കോളേജ് തൃശ്ശൂർ, ഗവൺമെന്റ് ലോ കോളേജ് കോഴിക്കോട്, ഇങ്ങനെ 4 ഗവൺമെന്റ് ലോ കോളേജസ് ആണ് ഉള്ളത്. ഇനി 19 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസും ഉണ്ട്. 19 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസും കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയായിട്ട് മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് 4 ഗവൺമെന്റ് ലോ കോളേജസിൽ കിട്ടുന്നതും അതല്ല എങ്കിൽ നിങ്ങൾക്ക് 19 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസിൽ ഏതിനെങ്കിലും കിട്ടുന്നതും. അപ്പോൾ ഈ 5 ഇയർ LLBയും 3 ഇയർ LLBയും എത്ര സീറ്റ് വെച്ചാണ് ഇനി ഉള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 5 ഇയർ LLBയിൽ നമ്മൾ പറഞ്ഞു BA LLB, BCom LLB, അങ്ങനെ ഏതെങ്കിലും BB LLB ഒക്കെ കൂടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു ഡിഗ്രി വിത്ത് ആയിട്ടുള്ള LLB ആണ്, ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണെന്ന് പറഞ്ഞു, 5 വർഷം നീണ്ടത്. ആ 5 ഇയർ LLBയിൽ തന്നെ നമ്മൾ ഓരോ ഗവൺമെന്റ് ലോ കോളേജ് 4 ഗവൺമെന്റ് ലോ കോളേജിലും 5 ഇയർ LLB കോഴ്സ് ഉണ്ട്. ആ 5 ഇയർ LLB കോഴ്സ് 4 ഗവൺമെന്റ് ലോ കോളേജിലും ഉള്ളതിൽ എല്ലാ സ്ട്രീമും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതിപ്പോൾ ഞാൻ പഠിക്കുന്നത്, ഞാനിപ്പോൾ LLM ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെക്കൻഡ് ഇയർ ആണ്, ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്താണ്. ആ ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്തുള്ളതെന്ന് പറയുന്നത് BCom LLB മാത്രമാണ്. അപ്പോൾ അവിടെ BCom LLB ഉള്ളത്. എന്നാൽ ട്രിവാൻഡ്രം ഗവൺമെന്റ് ലോ കോളേജിലുള്ളത് BA LLB ആണ്. തൃശ്ശൂരും കോഴിക്കോടും ഉള്ളത് BB LLB ആണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സ്ട്രീം ആയിരിക്കും ഈ ഗവൺമെന്റ് ലോ കോളേജസിൽ 5 ഇയർ LLBക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അതിന്റെ സീറ്റിന്റെ നമ്പർ നമ്മൾ നോക്കാം. ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രത്തിൽ BA LLBയിൽ 132 സീറ്റാണുള്ളത്. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, ചേച്ചി ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് BA LLB ഉണ്ടോ, BCom LLB ഉണ്ടോ എന്നൊക്കെ. അവിടെ BCom LLB മാത്രമേ ഉള്ളൂ, BA BBA ഇല്ല. അപ്പോൾ ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രത്ത് BA LLB ആണ്. BA LLBയിൽ 132 സീറ്റാണ് ഉള്ളത്. ഇനി എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളത്ത് ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്തിൽ BCom LLB ആണ്, 66 സീറ്റാണ് അവിടെ ഉള്ളത്. ഗവൺമെന്റ് ലോ കോളേജ് തൃശ്ശൂരും കോഴിക്കോടും BB LLB ആണ്. തൃശ്ശൂർ 66 സീറ്റും കോഴിക്കോട് 132 സീറ്റുമാണ് ഉള്ളത്. ഓരോ സ്ട്രീം വെച്ചാണ് ഈ 4 ഗവൺമെന്റ് ലോ കോളേജസിലുള്ളത്. മുഴുവനായും ഗവൺമെന്റ് ലോ കോളേജസിലേക്കുള്ള 5 ഇയർ LLBയുടെ സീറ്റിന്റെ നമ്പർ എന്ന് പറയുന്നത് 396 സീറ്റാണ്. ടോട്ടൽ 396 സീറ്റ്സ് ആണ് ഗവൺമെന്റ് ലോ കോളേജസിലേക്ക് 5 ഇയർ LLBക്ക് ഉള്ളത്. അതിൽ റിസർവേഷൻ കാര്യങ്ങളൊക്കെ മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടാകും. പിന്നീട് 19 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസ് ഉണ്ട്. 19 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസിലേക്കും ഈ പറയുന്ന LLB കോഴ്സസ് 5 ഇയർ LLB കോഴ്സസ് ഉണ്ട്. ഇപ്പം ഞാൻ LLB പഠിച്ചത് പൂത്തോട്ടയിലാണ്, ശ്രീനാരായണ ലോ കോളേജ് പൂത്തോട്ടയിലാണ്. പൂത്തോട്ടയിൽ BCom LLBയും BA LLBയും BB LLB ഉണ്ട്. ഞാൻ BA LLB ആയിരുന്നു. അപ്പോൾ അവിടെ 3 LLBയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 5 ഇയർ LLBയിൽ. അപ്പോൾ പ്രൈവറ്റ് ലോ കോളേജസിൽ ഈ പറയുന്ന LLB 5 ഇയർ LLB ഒരെണ്ണം മാത്രമായിരിക്കില്ല, 1, 2, 3 ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അത് ഏതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇനി നമുക്ക് 3 ഇയർ LLBയിലേക്ക് നോക്കാം. 3 ഇയർ LLBയിൽ എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റ് ലോ കോളേജ് ട്രിവാൻഡ്രത്തും അതുപോലെ തന്നെ തൃശ്ശൂരും എറണാകുളത്തും കോഴിക്കോടും 3 ഇയർ LLB ഉണ്ട്. 3 ഇയർ LLBയുടെ സീറ്റുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സീറ്റുകൾ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് 3 ഇയർ LLB 66 സീറ്റ്സ്
സീറ്റ്സ് ആണുള്ളത്, 66 സീറ്റാണ്. ഗവൺമെന്റ് ലോ കോളേജ് എറണാകുളത്ത് LLBക്ക് 3 ഇയർ LLBക്ക് 132 സീറ്റാണുള്ളത്. ഗവൺമെന്റ് ലോ കോളേജ് തൃശ്ശൂരും കോഴിക്കോടും 3 ഇയർ LLBക്ക് 132 സീറ്റ് വെച്ചാണുള്ളത്. അങ്ങനെ മുഴുവനായും 3 ഇയർ LLBക്ക് ഗവൺമെന്റ് ലോ കോളേജസിലേക്കുള്ള സീറ്റിന്റെ നമ്പർ 466 സീറ്റാണ് മുഴുവനായിട്ടും ഉള്ളത്, 462 സീറ്റുകൾ. അങ്ങനെ 462 സീറ്റുകൾ 3 ഇയർ LLBക്കും 5 ഇയർ LLBക്ക് 396 സീറ്റുകളുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി 3 ഇയർ LLB ഈ 19 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസിലും ഇല്ല, 10 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസിൽ മാത്രമേ ഉള്ളൂ. 19 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ലോ കോളേജസ് ഉണ്ടെങ്കിലും 10 എണ്ണത്തിൽ മാത്രമേ 3 ഇയർ LLB പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അത് ഏതെല്ലാം കോളേജസിലാണെന്ന് നമ്മൾ അടുത്ത വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇനി അടുത്തതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം, എൻട്രൻസ് എക്സാം. എൻട്രൻസ് എക്സാമിന് എങ്ങനെയാണ് അതിന്റെ എക്സാം പാറ്റേൺ, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം സബ്ജക്ട്സ് അതിൽ പഠിക്കണം, എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പാറ്റേൺ വരിക എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക. അപ്പൊ എക്സാമിനേഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് 2 മണിക്കൂർ നീണ്ട ഒരു CBT മോഡ് എക്സാം ആണ്. CBT എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്, ഓൺലൈൻ ആയിട്ടുള്ള എക്സാം ആണ്. നമ്മൾ വീട്ടിൽ ഇരുന്ന് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യല്ല എക്സാം. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ ജില്ലകളിലും എക്സാമിനേഷൻ സെന്റേഴ്സ് ഉണ്ടാകും. ആ എക്സാമിനേഷൻ സെന്റേഴ്സ് ചെന്ന് അവിടുത്തെ കമ്പ്യൂട്ടറിലാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷൻ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ MCQ ആണ്, അതായത് നമ്മൾ ഓരോ 4 ഓപ്ഷൻസ് തന്നിട്ട് അതിൽ ഓരോ ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. അതാണ് എക്സാമിനേഷന്റെ ഒരു മോഡ് എന്ന് പറയുന്നത്. ഓൺലൈൻ ആയിട്ടുള്ള MCQ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ്. 2 മണിക്കൂർ നീണ്ട എക്സാം ആണ്, 120 മിനിറ്റ് ഉള്ള 2 മണിക്കൂർ നീണ്ട എക്സാം ആണ്. മുഴുവനായും MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 4 ഓപ്ഷൻസിൽ നിന്ന് ഒരു ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാം. അങ്ങനെയാണ് മുഴുവനായും 200 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാകുക ആ ഒരു എക്സാമിനേഷനിൽ. ആ 200 ക്വസ്റ്റ്യൻസിലും ഓരോ ക്വസ്റ്റ്യൻസിനും, ഓരോ ശരിയുത്തരത്തിനും 3 മാർക്ക് വെച്ചാണ്. ഓരോ ശരിയുത്തരം കിട്ടുമ്പോഴും നിങ്ങൾക്ക് 3 മാർക്ക് വെച്ച് കിട്ടും. ഇനി അവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് ഓരോ തെറ്റുത്തരത്തിനും നിങ്ങൾക്ക് -1 വെച്ച് കിട്ടും, -1 വെച്ച്. അപ്പോൾ വളരെ ക്ലെവർ ആയിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു എക്സാം ആണ്. നിങ്ങൾ നെഗറ്റീവ് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാം ചാടിക്കേറി ആൻസർ ചെയ്യാണ്ട് അറിയുന്നത് മാത്രം ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് എക്സാം സ്കോർ നല്ലോണം കിട്ടും. നെഗറ്റീവ് മാർക്ക് നിങ്ങൾക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. നെഗറ്റീവ് മാർക്ക് കുറച്ച് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും, അറിയുന്നത് മാത്രം ആൻസർ ചെയ്താൽ. -1 വെച്ച് വരുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് ലോസ് സംഭവിക്കും. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് മാത്രം ആൻസർ ചെയ്യാനായിട്ട് സൂക്ഷിക്കുക. +3 വെച്ചാണ് ഓരോ കറക്റ്റ് ആൻസേഴ്സിനും. അങ്ങനെ 200 × 3 വരുമ്പോൾ 600 മാർക്കാണ് ടോട്ടൽ ആയിട്ടുള്ള മാക്സിമം മാർക്ക് വരുന്നത്. 600 മാർക്കിലായിരിക്കും അതിന്റെ ആ ഒരു കട്ട് ഓഫ് ഒക്കെ തീരുമാനിക്കുന്നത്, എത്രയാണ് അതിന്റെ കട്ട് ഓഫ് എന്ന്. അങ്ങനെ 2 മണിക്കൂർ നീണ്ട എക്സാം, 200 ക്വസ്റ്റ്യൻസ്, 3 മാർക്ക് വെച്ച് ഓരോ ക്വസ്റ്റ്യൻസിനും ശരി ഉത്തരത്തിനും 600 മാർക്കുള്ള ഒരു മാക്സിമം മാർക്കിലുള്ള ഒരു എക്സാം ആണിത്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം. ഇതാണ് എക്സാമിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി എന്തെല്ലാം സബ്ജക്റ്റ് ആണ് ഈ എക്സാമിൽ ചോദ്യങ്ങൾ വരിക? എല്ലാം ലീഗൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുമോ, ലീഗൽ ഏരിയയിൽ തന്നെ ആയിരിക്കും, എല്ലാം സെക്ഷൻസ് ആണോ ചോദിക്കുന്നത് എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉള്ളവർക്കാണ്. അപ്പോൾ നമ്മൾ എന്തെല്ലാം പോർഷൻസ് ആണ് പഠിക്കേണ്ടതെന്ന്. മെയിൻ ആയിട്ടും ഇതിന്റെ സബ്ജക്റ്റുകളെ 4 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. എൻട്രൻസ് എക്സാമിനേഷന്റെ എൻട്രൻസ് എക്സാമിന്റെ 4 സബ്ജക്റ്റ് ആയിട്ടാണ് എക്സാമിന്റെ ആ ഒരു സബ്ജക്ട്സിനെ തരംതിരിച്ചിട്ടുള്ളത്. സിലബസ്: 1 ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്, 2 ജനറൽ ഇംഗ്ലീഷ്, 3 ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ്, 4 അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി. ഇങ്ങനെ 4 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തേതാണ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ്. ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലീഗൽ ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് അതിൽ പഠിക്കേണ്ടത്. അതായത് IPC, CRPC, കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺട്രാക്ട്, ഇങ്ങനെയുള്ള ഏരിയാസിൽ ലീഗൽ ആയിട്ടുള്ള ലോ സബ്ജക്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ വരിക. 70 ക്വസ്റ്റ്യൻസ് ആണ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വരുന്നത്. 70 ക്വസ്റ്റ്യൻസ് ആണ് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വരുന്നത്. അപ്പൊ നമുക്കറിയാം 70 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം ഒരു പകുതിയിൽ കൂടുതൽ മാർക്കും 70 മാർക്കോളം നമുക്ക് എന്ത് കിട്ടും? ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് കിട്ടും. അപ്പൊ ലീഗൽ ലോ സബ്ജക്ട്സുകളൊക്കെ നമ്മൾ തറവായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് 70 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ ഈ IPC, CRPCയിലൊക്കെ ചോദിക്കുന്നത്, IPCയിലൊക്കെ ഇപ്പോൾ ഏതെങ്കിലും സെക്ഷൻ തന്നിട്ട് ആ സെക്ഷൻ എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് 4 ഓപ്ഷനിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ചോദിക്കാം. അതല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തരാം. ഇപ്പോൾ A എന്ന് പറയുന്ന ഒരാൾ B എന്ന് പറയുന്ന ഒരാളുടെ സാധനം അയാളുടെ അനുവാദമില്ലാതെ അയാളുടെ പക്കൽ നിന്ന് എടുത്തോണ്ട് പോയി. ഇംഗ്ലീഷിലാണേ ക്വസ്റ്റ്യൻ, ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ എടുത്തോണ്ട് പോയി. അപ്പൊ അത് എന്താണ്? അത് തെഫ്റ്റ് ആണോ, അത് റോബറി ആണോ, ഡെക്കോയിറ്റി ആണോ, ഇങ്ങനെയൊക്കെ ഓപ്ഷൻ തന്നിട്ട് ചൂസ് ചെയ്യാൻ പറയാം. കറക്റ്റ് ആൻസർ തെഫ്റ്റ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ സിറ്റുവേഷൻ തന്നിട്ട്
ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാ എനാക്ട് ചെയ്തത്, അതിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് വെച്ചിട്ട് ചോദിക്കാം, അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കാം. കോൺട്രാക്റ്റിലാണെങ്കിൽ മാക്സിംസ് വെച്ചിട്ട് ചോദിക്കാം. ലാറ്റിൻ ആയിട്ടുള്ള കുറേ ലീഗൽ പ്രിൻസിപ്പിൾസ് ഒക്കെ ഉണ്ടാകും, അതിൻ്റെ മീനിങ് എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കാം. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. പിന്നെ ജനറൽ ഇംഗ്ലീഷ് ആണ്. അങ്ങനെ 70 ക്വസ്റ്റ്യൻസ് ആണ് ആ പാർട്ടിൽ നിന്ന് ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് വരുന്നത്. പക്ഷേ ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പുതിയ ലോ വന്നല്ലോ, IPCയുടെയും CRPCയുടെയും പുതിയ നിയമം ജൂലൈ 1 തൊട്ട് വരും. അപ്പോൾ ജൂലൈ 1 കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എന്തായാലും എക്സാമിനേഷൻ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എക്സാം ഉണ്ടാകുമ്പോഴേക്കും ജൂലൈ 1 കഴിഞ്ഞിട്ടുള്ളതായതുകൊണ്ട് തന്നെ പ്രോസ്പെക്ടസ് വന്നിട്ടില്ല. പുതിയത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ പ്രോസ്പെക്ടസ് വരും. ആ പ്രോസ്പെക്ടസിൽ എന്തായാലും സിലബസിൽ പുതിയ ലോയും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ പുതിയ ലോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ചസും കൂടി പഠിച്ചു പോവുക. പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റും. IPCയുടെ പുതിയ ലോ ഭാരതീയ ന്യായ സംഹിതയും CRPCയുടെ പുതിയ ലോ വരുന്നത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും. ഇങ്ങനെയുള്ള പുതിയ ലോയിൽ ഇപ്പോൾ IPCയിലെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IPCയിൽ പണിഷ്മെന്റുകൾ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്, നിലവിലുള്ള ശിക്ഷകൾ എന്ന് പറയുന്നത് 5 തരത്തിലാണ് പറയുന്നത്. ഫൈൻ ഉണ്ട്, ഡെത്ത് പണിഷ്മെന്റ് ഉണ്ട്, അതായത് നമ്മൾ ക്യാപിറ്റൽ വധശിക്ഷയുണ്ട്, പിന്നെ ജീവപര്യന്തം ലൈഫ് ഇംപ്രസൺമെന്റ് ഉണ്ട്, ഇംപ്രസൺമെന്റ് ഉണ്ട്. ഇങ്ങനെയുള്ള പണിഷ്മെന്റുകൾ, ഫൈന്, ഫോർഫീച്ചർ ഓഫ് പ്രോപ്പർട്ടി കണ്ടുകെട്ടിയെടുക്കുക, ഇങ്ങനെയുള്ള പണിഷ്മെന്റ് ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ പുതിയ ലോയിൽ ഭാരതീയ ന്യായ സംഹിത എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ ഒരു പണിഷ്മെന്റും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്, കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയെ സെർവ് ചെയ്യുക, ആളുകളെ സൊസൈറ്റിയെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അത് പണ്ട് ജുവനൈൽ ജസ്റ്റിസിലെ ഒഫൻഡേഴ്സിനൊക്കെ, പണ്ടല്ല ഇപ്പോഴും കൊടുക്കുന്നുണ്ട് ജുവനൈൽ ജസ്റ്റിസ് ഒഫൻഡേഴ്സിന്. പക്ഷെ അത് അഡൽട്ടിന്, പ്രായപൂർത്തിയായിട്ടുള്ളവർക്ക് ആ ഒരു പണിഷ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് പുതിയ നിയമത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതുപോലെയുള്ള കുറച്ച് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോക്കി വെക്കുക. പിന്നീട് അടുത്ത് വരുന്നതെന്ന് പറയുന്ന സബ്ജക്റ്റ് ജനറൽ ഇംഗ്ലീഷ് ആണ്. ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് 60 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 60 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കോംപ്രിഹെൻഷൻ, ഒരു നമ്മൾ +2 പഠിച്ചിട്ടുണ്ടാവും, 10th ഒരു പാസേജ് തന്നിട്ട് ആ പാസേജ് കോംപ്രിഹെൻഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇഡിയോംസ് കാണും, അതുപോലെ തന്നെ സിനോണിംസ് കാണും, ഗ്രാമർ ബേസ്ഡ്, വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷ് പാർട്ടിൽ നിന്ന് വരുന്നത്. ഇനി ജനറൽ ആയിട്ടുള്ള നോളജും കറണ്ട് അഫേഴ്സും. ജനറൽ നോളജ്, കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ഒരു നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഒരു 1-2 വർഷം നടന്നിട്ടുള്ള, ഈ ഒരു വർഷം നടന്നിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ബുക്ക്, അതിന്റെ ഓതേഴ്സ്, അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ജഡ്ജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മെയിൻ ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ്, സ്പോർട്സ്, ഇങ്ങനെയുള്ള ഏരിയാസ്, അവാർഡുകൾ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അത് ജനറൽ നോളജും കറണ്ട് അഫേഴ്സിൽ നിന്നും 45 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇനി മാത്തമാറ്റിക്കൽ അബിലിറ്റിയും അതുപോലെ തന്നെ അരിത്തമെറ്റിക് അബിലിറ്റിയും അതുപോലെ തന്നെ മെന്റൽ അബിലിറ്റിയും എന്നുള്ള ഒരു പാർട്ടാണ് അടുത്തത്, 4ാമത്തെ പാർട്ട്. ആ ഏരിയയിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഇപ്പോൾ സ്പീഡിന്റെ പ്രോബ്ലംസ് അങ്ങനെ വരാം, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കണക്കാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ്, അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ കണക്കാക്കുന്ന, നമ്മുടെ PSC ഒക്കെ ചോദിക്കുന്നില്ലേ, A Bയുടെ ഇന്ന ആളാണ്, അപ്പോൾ B Cയുടെ ആരാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള അങ്ങനെയുള്ള ബ്ലഡ് റിലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലോജിക്കൽ റീസണിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ആ 25 ക്വസ്റ്റ്യൻസ് വരുന്നത്. അങ്ങനെ മുഴുവനായിട്ടും 200 ക്വസ്റ്റ്യൻസ്, അതിന് ഓരോ ക്വസ്റ്റ്യൻസിനും 3 മാർക്ക് വെച്ച് 600 മാർക്ക് മാക്സിമം ഉള്ള ഒരു പരീക്ഷയാണത്. നെഗറ്റീവ് മാർക്ക് -1 വെച്ചുണ്ട്, അതും സൂക്ഷിക്കുക. ഇത്രയുമാണ് ആ ഒരു എക്സാമിനേഷന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമിനേഷന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സുകളുടെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാമാണ് നിങ്ങൾ ഓരോ സബ്ജക്ട്സിലും നോക്കേണ്ടത്, ലീഗൽ സബ്ജക്ട്സിലൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളത് ഓരോ ക്ലാസ്സസ് ആയിട്ട്, കോൺസ്റ്റിറ്റ്യൂഷന്റെ IPCയുടെയും പുതിയ ലോസിന്റെ ഒക്കെ ക്ലാസ്സസ് ആയിട്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ, ഉടനടിയുള്ള ദിവസങ്ങളിൽ തന്നെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോസ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എക്സാം എഴുതാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് കോളേജിൽ ആ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യാനായിട്ട്, നമ്മൾ ഈ എൻട്രൻസ് എക്സാം അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഫീസ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഫീസ് ജനറൽ കാറ്റഗറിയിലുള്ള ഒരു കുട്ടിയാണെങ്കിൽ 685 രൂപയാണ് ഈ ഒരു എക്സാം എഴുതാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഫീസ്. നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3 ഇയർ LLB ആണെങ്കിലും 5 ഇയർ LLB ആണെങ്കിലും ഒരു എൻട്രൻസ് തന്നെയാണ്. എൻട്രൻസ് എക്സാമിനേഷൻ ഒന്ന് തന്നെയാണ്. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ 3 ഇയർ ആണോ 5 ഇയർ ആണോ എന്നുള്ളത് അപ്ലൈ ചെയ്യുക. പക്ഷെ എൻട്രൻസ് എക്സാം സെയിം ആണ്, പാറ്റേൺ സെയിം ആണ്, അതുപോലെ തന്നെ സിലബസ് സെയിം ആണ്, അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഫീസ് ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 685, അഡ്മിഷൻ മാത്രമേ ഡിഫറെൻ്റ് ഉള്ളൂ. 3 ഇയർ LLBക്ക് ഡിഫറെൻറ്റ് അഡ്മിഷനും 5 ഇയർ LLBക്ക് ഡിഫറെൻറ്റ് അഡ്മിഷനും, ബാക്കി സിലബസും പാറ്റേണും ഒക്കെ സെയിം തന്നെയാണ്. ജനറൽ കാറ്റഗറിക്ക് 685 രൂപ ഫീസും, SC ST കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ 345 രൂപയാണ് ഫീസും. അപ്പോൾ അതാണ് ഫീസ് ആപ്ലിക്കേഷന് വേണ്ടി കൊടുക്കേണ്ടത്, അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കേണ്ടത്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് എന്ന് പറയുന്നത് cee.kerala.gov.in എന്ന് പറയുന്ന സൈറ്റാണ്. സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത്, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അപ്പോൾ തന്നെ ഞാൻ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.
ഇനി നമ്മൾ നോക്കുന്നത് കോളേജിൽ ജോയിൻ ചെയ്തു, അലോട്ട്മെന്റ് ഒക്കെ വന്ന് അഡ്മിഷൻ റിസൾട്ട് ഒക്കെ വന്ന് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ വന്ന് റിസൾട്ട് വന്ന് നിങ്ങൾ ആ ഒരു അലോട്ട്മെന്റ് വെച്ച് നിങ്ങൾ ഏത് കോളേജാണ് ചൂസ് ചെയ്യുന്നത്, നിങ്ങളുടെ കട്ട് ഓഫ് ഒക്കെ അനുസരിച്ച് നിങ്ങളുടെ കോളേജിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ഫീസ് എങ്ങനെയായിരിക്കും എന്നാണ് നോക്കുന്നത്. അപ്പോൾ മെറിറ്റ് ഫീസ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഓരോ കോളേജസിലേക്കും ഗവൺമെന്റ് ലോ കോളേജസിലേക്കുള്ള മെറിറ്റ് ഫീസ് എന്ന് പറയുന്നത് 4 ഗവൺമെന്റ് ലോ കോളേജസും ഉണ്ട്. ആ 4 ഗവൺമെന്റ് ലോ കോളേജസിലെ മെറിറ്റ് ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം 1575 രൂപയാണ്. മെറിറ്റിൽ ഒരു എൻട്രൻസ് എഴുതി പാസ്സായി ചേർന്ന ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട ഫീസ് 1575 രൂപയാണ് ഒരു വർഷം. ഇത് ട്യൂഷൻ ഫീസ് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. എക്സാം എഴുതാനായിട്ടുള്ള ഫീസ്, അങ്ങനെ ലൈബ്രറി, അതൊക്കെ വേറെ നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കേണ്ട വരും. 1575 രൂപ, അതൊക്കെ വളരെ കുറച്ച് തുകയുള്ളൂ ഗവൺമെന്റ് ലോ കോളേജസിൽ. 1575 രൂപയാണ് പെർ ഇയർ ട്യൂഷൻ ഫീസ്. ഇനി SC/ST കാറ്റഗറിയിലുള്ളവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ EWS കാറ്റഗറിയിലുള്ളവരാണ്, അല്ലെങ്കിൽ OEC അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഫീസ് ഇളവോ അല്ലെങ്കിൽ നിങ്ങൾ ഫീസ് അടക്കേണ്ടതായിട്ടോ വരില്ല. SC/ST കാറ്റഗറിയിലുള്ളവരൊക്കെ ആണെങ്കിൽ. നിങ്ങൾക്ക് EWSനൊക്കെ ആണെങ്കിലും അതിൻ്റെതായ റിസർവേഷൻ ഉണ്ടാവും. ഇനി പ്രൈവറ്റ് ലോ കോളേജസിൽ നിങ്ങൾ മെറിറ്റിൽ അഡ്മിഷൻ എടുത്തവരാണ്, പ്രൈവറ്റ് ലോ കോളേജസിലേക്ക് നിങ്ങൾ മെറിറ്റിൽ എൻട്രൻസ് എഴുതി നിങ്ങൾ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ പെർ ഇയർ ഒരു വർഷം 45,000 രൂപയായിരിക്കും നിങ്ങളുടെ ഫീസ് എന്ന് പറയുന്നത്. 45,000 രൂപയാണ് പ്രൈവറ്റ് ലോ കോളേജസിലെ. ഇനി അതല്ല നിങ്ങൾ മാനേജ്മെന്റിൽ അഡ്മിഷൻ എടുത്തവരാണ്, മാനേജ്മെന്റ് സീറ്റിൽ മാനേജ്മെന്റ് കോട്ടയിൽ നിങ്ങൾ കയറിയവരാണ് എങ്കിൽ നിങ്ങളുടെ സീറ്റിൽ നിങ്ങൾ ആ ഒരു എമൗണ്ടിൽ ഡിഫറൻറ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് ഫീസ് പെർ ഇയർ 45,000 ആയിരിക്കില്ല, അത് ആ മാനേജ്മെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഡിഫറൻറ്റ് ആയിരിക്കും ഫീസിന്റെ തുക. അതല്ല എങ്കിൽ 45,000 രൂപയായിരിക്കും പെർ ഇയർ ഉള്ള ഫീസ് എന്ന് പറയുന്നത്. ഇത് ട്യൂഷൻ ഫീ മാത്രമാണ്. ലൈബ്രറി, ബാക്കി ഇനി അതല്ല നിങ്ങൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ ഫീസ്, അങ്ങനെ അതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും ഉള്ളത്. മെറിറ്റ് ഫീസ്, ട്യൂഷൻ ഫീസ് മാത്രമാണ് ഞാൻ പറയുന്നത് മെറിറ്റ് കയറിയായിട്ടുള്ളത്. ഇത്രയുമാണ് ഒരു LLB റിലേറ്റഡ് ആയിട്ടുള്ള കേരള ലോ എൻട്രൻസ് എക്സാമിനേഷനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. ഇനി LLB എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് അടുത്ത വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക വീഡിയോസൊക്കെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.